ദുഷ്ടശക്തികൾക്കെതിരെയുള്ള ശക്തമായ യേശുവിനോടുള്ള പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന ദുഷ്ടതകളെയും ഇരുട്ടിനെയും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും എതിരിടുന്നതിനായുള്ള ശക്തമായ യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലുക. എല്ലാ പൈശാചിക ശക്തികളും നിങ്ങളെ വിട്ട് അകന്നു പോകും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവേ, ഞാൻ നിൻ്റെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും നിൻ്റെ വിലപ്പെട്ട രക്തത്താൽ മൂടിക്കൊള്ളണമേ. എല്ലാ ഇരുട്ടിൻ്റെ ബന്ധനങ്ങളും നീ പൊട്ടിച്ചു കളയണമേ. ശത്രുവിൻ്റെ എല്ലാ ദുഷ്ടപദ്ധതികളും നശിപ്പിക്കണമേ. എനിക്ക് വിരോധമായി ഒരുക്കുന്ന കുടുക്കുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. നിൻ്റെ ദൂതന്മാരാൽ ഞാൻ സംരക്ഷിക്കപ്പെടട്ടെ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു തരണമേ. എനിക്കെതിരെ ഉണ്ടാകുന്ന യാതൊരായുധവും വിജയിക്കാതിരിക്കട്ടെ. യേശുവേ, നീയാണ് എൻ്റെ അഭയവും എൻ്റെ വീണ്ടെടുപ്പുകാരനും. എൻ്റെ ജീവൻ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നെ നിൻ്റെ പ്രകാശത്തിൽ സൂക്ഷിക്കണമേ. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും എന്നെ കാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.